Hello YouTube, this is Biker Buddy and welcome to today's vlog. ഇന്ന് നമ്മുടെ ചാനലിൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം രണ്ട് സ്പെഷ്യൽ ബൈക്സ് ഉണ്ട്. ഈ രണ്ട് ബൈക്സും നിങ്ങൾക്ക് നല്ല ഫെമിലിയർ ആയിരിക്കും. ഒന്ന് നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ അന്നോട്ടുള്ള ബൈക്കാണ് R250, പിന്നെ എൻ്റെ 250R. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ഓണർഷിപ്പ് റിവ്യൂ ആയിരിക്കും. സാധാരണ ഓണർഷിപ്പ് റിവ്യൂസ് പോലെയല്ല. A to Z, Day 1 to 50,000 kilometers. അറൗണ്ട് ഇത് ഏകദേശം 50,000 കിലോമീറ്റേഴ്സ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ അപ്രോക്സിമേറ്റ് 50,000 കിലോമീറ്റേഴ്സ് ആയി. അപ്പോൾ നമ്മൾ ഇതുവരെ ഫേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ്, പ്രോസ്, കോൺസ്, എല്ലാ ടൈപ്പ് ഓഫ് കോസ്റ്റ് വിച്ച് ആസ് ഇൻവോൾവ് ഇൻ ഓണിങ് ദീസ് ബൈക്സ് എല്ലാം കവർ ചെയ്യുന്നതായിരിക്കും. 250R ആക്ച്വലി ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു. ഈ സെഗ്മെൻറ്റിൽ നിഞ്ച 250 എന്ന് പറയുന്നൊരു വണ്ടിയുണ്ട്. 250R ഇറങ്ങിയ ഉടനെ തന്നെ ആ വണ്ടി ഡിസ്കണ്ടിന്യൂ ചെയ്ത് കവാസാക്കി 300 ആണ്. സോ അത്രയ്ക്ക് പവർഫുൾ ആയിട്ടൊരു എൻട്രി തന്നെയാണ് 250R നടത്തിയത്. ഇപ്പോഴും ആസ് പെർ മീ ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു പർപ്പസ് ഉള്ളൊരു വണ്ടി ഇപ്പോഴും ലോഞ്ച് ചെയ്തിട്ടില്ല. അത് ഇനി ഹോണ്ട ലോഞ്ച് ചെയ്യുമെന്ന് തോന്നുന്നില്ല. കാരണം 2019 ഇതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയാനായിട്ട് ജസ്റ്റ് ഡീറ്റെയിൽസ് മാറിയിട്ടുണ്ട്. പിന്നെ ECUവിൽ ചെറിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതും ഒരു നല്ല അപ്ഡേറ്റ് ആയിട്ടല്ല, ഒരു ഡൗൺ സൈഡ് ആയിട്ടാണ് വണ്ടി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഇനി അവരൊരിക്കലും ലോഞ്ച് ചെയ്യില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. കാരണം വണ്ടിയുടെ സെയിൽസ് ഫിഗേഴ്സ് ഭയങ്കര ബോറായിരുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ രണ്ട് വണ്ടിയും സെയിം മോഡലാണെങ്കിൽ തന്നെയും ഇത് രണ്ടും തമ്മിൽ കുറേ ഡിഫറൻസ് ഉണ്ട്. ഇതൊരു CKD യൂണിറ്റാണ്, അതൊരു മെയ്ഡ് ഇൻ ഇന്ത്യ യൂണിറ്റാണ്. ഞാൻ കുറച്ചും കൂടെ സിമ്പിളായിട്ട് ക്ലാരിഫൈ ചെയ്തത്, CKD യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നോക്ക് ഡൗൺ യൂണിറ്റ് എന്നാണ് അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഈ വണ്ടി ജപ്പാനിലോ തായ്ലാൻഡിലോ ഇതിൻ്റെ പാർട്സ് മാനുഫാക്ചർ ചെയ്തിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്ന് വണ്ടി അസംബിൾ ചെയ്യും. അത് വെച്ച് നമുക്ക് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ടാക്സസ് കുറയും. ഒരു കംപ്ലീറ്റ്ലി ഇമ്പോർട്ടിനെ കാട്ടി ടാക്സസ് കുറയും. അങ്ങനെയാണ് ഇനീഷ്യലി 2011-ലും 2012-ലും CBR 250R ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മോട്ടോർ സൈക്കിളിന് അതുമായിട്ട് കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. ഇനിഷ്യലി ഇതിൻ്റെ ECU ഉണ്ടല്ലോ, ഇതിൻ്റെ ECU ഭയങ്കര റിച്ച് ആയിട്ടാണ് ട്യൂൺ ചെയ്തിട്ടുള്ളത്. ഓൺ ദി അതർ ഹാൻഡ് അത് ഭയങ്കര ലീൻ ആയിട്ടാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി ഭയങ്കര കുറവായിരിക്കും. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കരം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 or 3 kilometers അതിന് ഡൗൺ സൈഡ് ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ പാർട്സ് ലൈക്ക് CKD യൂണിറ്റിൻ്റെ കീ കുറച്ച് ലോങ് ആയിരിക്കും. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയുടെ കീ ആണ്, നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും. പിന്നെ എഞ്ചിൻ കമ്പോണൻസ് ഓൾമോസ്റ്റ് സെയിം ആണ്. ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്തതിനും പുറത്തും നമ്മൾ ഇമ്പോർട്ട് ചെയ്തതിൻ്റെയും സ്പെസിഫിക്കേഷൻസ് ഒക്കെ സെയിം ആണ്. പക്ഷേ വണ്ടി പെർഫോമൻസിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇതിന് കുറച്ചും കൂടെ ബെറ്റർ ലോ എൻഡ് ഉണ്ട്. CBRന് യൂഷ്വലി ഉള്ളൊരു ഡൗൺ സൈഡ് എന്ന് പറഞ്ഞ വണ്ടിയുടെ ലോ എൻഡാണ്. വണ്ടി മിഡ് റേഞ്ചിലും ടോപ്പ് എൻഡിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നൊരു വണ്ടിയാണ്. പക്ഷേ ലോ എൻഡിൽ, അതായത് ട്രാഫിക്കിൽ നമുക്ക് ആ വണ്ടിയുടെ ഒരു ഫീൽ കിട്ടില്ല. പക്ഷേ അത് CKD യൂണിറ്റിന് കുറച്ച് കുറവാണ്. ഞാൻ ഇല്ലാന്നല്ല പറയുന്നത്, കുറച്ച് കുറവാണ്. CBR 250R ഇന്ത്യയിൽ മെയിൻലി 2 വേരിയൻസിലാണ് വന്നുകൊണ്ടിരുന്നത്. ഒന്ന് നോൺ ABS വേരിയൻറ്റ്, ഈ 2 ബൈക്സും നോൺ ABS ആണ്. പിന്നെ ഉള്ളത് ABS വേരിയൻ്റ് ആണ്. 2017 വരെയുള്ള 250R കമ്പൈൻഡ് ABS ആയിരുന്നു. അതായത് ഫ്രണ്ട് ബ്രേക്കും ബാക്ക് ബ്രേക്കും ഒരു കോമ്പിനേഷനിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഹോണ്ടയുടെ ഒരു ടെക്നോളജി ആയിരുന്നു. യൂഷ്വലി സൂപ്പർ ബൈക്സിലാണ് അത് കാണാറ്. പക്ഷേ ഹോണ്ട അത് 250cc അവരുടെ എൻട്രൻ ലെവലിൽ തന്നെ അത് കൊണ്ടുവന്നത്. അത് ഹോണ്ടയുടെ എന്നൊരു വലിയ ബ്രേവ് മൂവ് ആയിരുന്നു. പക്ഷേ അധികം അവരും അത് നോട്ടീസ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഒരു നോട്ടീസബിൾ ഡിഫറൻസ് എന്ന് പറയുന്നത് വണ്ടിയുടെ സീറ്റിങ്ങിലാണ്. അപ്പോൾസ്ട്രി രണ്ടിലും നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ട് വണ്ടിയുടെ റൈഡിങ് എക്കണോമിക്സ് ഭയങ്കര ഡിഫറൻറ്റ് ആണ്. ആ ബൈക്കിൽ നമ്മൾ കുറച്ചും കൂടെ ഹൈ ആയിട്ട് സീറ്റിലായതുകൊണ്ട് തോന്നുന്നു. പക്ഷേ ഈ ബൈക്കിൽ കുറച്ചും കൂടെ ലോവറാണ്, കുറച്ചും കൂടെ സ്പോർട്ടി ആയിട്ട് ഫീൽ ചെയ്യും. ഈവൻ ദോ CBR 250 ഒരു സ്പോർട്സ് ടൂറിലാണെങ്കിലും അതൊരു മൾട്ടിപർപ്പസ് മോട്ടോർ സൈക്കിളായിട്ടാണ് എനിക്ക് കാണാൻ താല്പര്യം. അത് നമുക്ക് ടൂർ ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ട്വീക്സിൽ ട്രാക്കിൽ ഓടിക്കാം, സ്പോർട്ടി ആയിട്ട് വേണമെങ്കിൽ ഓടിക്കാം, കംഫർട്ടബിൾ ആയിട്ട് വേണമെങ്കിൽ ഇരുന്ന് ഓടിക്കാം. അപ്പോൾ അതാണ് 250Rൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഞാൻ ഈ ഒരു പർപ്പസ് മീറ്റ് ചെയ്യുന്ന വേറൊരു വണ്ടി കണ്ടിട്ടില്ല. Gixxer 250 അങ്ങനത്തെ കുറച്ച് മോട്ടോർ സൈക്കിൾസ് ഇറങ്ങുന്നുണ്ട്. ബട്ട് സ്റ്റിൽ 250R വേറൊന്നിനും മാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ഇനി എനിക്ക് എൻ്റെ മോട്ടോർ സൈക്കിളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ എൻജിൻ തന്നെ ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻജിനാണ്. ഭയങ്കര റബ് ഹാപ്പിയാണ്, അധികം ഹീറ്റ് ആവാറില്ല. നമ്മൾ എത്ര കിലോമീറ്റേഴ്സ് ഓടിച്ചാലും ടയറിങ് ഫീല് എൻജിൻ സൈഡിൽ നോക്കിക്കാറില്ല. നല്ല സ്പീഡിൽ തന്നെ നമുക്ക് ക്രൂസ് ചെയ്യാൻ പറ്റും. ട്രിപ്പിൾ ഡിജിറ്റ്സിൽ നല്ല രീതിയിൽ ക്രൂസ് ചെയ്യാൻ പറ്റും. ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 165+ ആണ്. കറക്റ്റ് ടോപ്പ് സ്പീഡ് ഞാൻ പറയുന്നില്ല, 165+ ഈ വണ്ടി എന്തായാലും പോകും. 5th ഗിയറിൽ 153-ലാണ് വണ്ടി ടോപ്ഡ് ഔട്ട് ആവുന്നത്. ഇതിനും ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഉള്ള സെഗ്മെൻറ്റിലുള്ള വണ്ടികൾ പോലും ആ ഒരു ടോപ്പ് എൻഡ് എത്താറില്ല 5th ഗിയറിൽ. അപ്പം ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു വണ്ടിയാണ്. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത് ഈ വണ്ടി ഡിസൈനാണ്. ഈ വണ്ടി ഭയങ്കരമായിട്ടൊരു ടൈംലെസ് ഡിസൈനാണ് ഈ വണ്ടിക്കുള്ളത്. ഏതൊരു ഏജിലായാലും ഭയങ്കരമായിട്ട് ബ്ലെൻഡിങ് ആയി പോകും. കുറേ ആൾക്കാർ പറയുന്നതായിരിക്കും അപ്ഡേറ്റഡ് അല്ല. 2012 ഞാൻ എടുത്ത വണ്ടി 2021 സെയിം ഡിസൈനിലാണ് പോകുന്നത്. അപ്പോൾ ഒരിക്കലും എൻ്റെ വണ്ടി ഔട്ട്ഡേറ്റ് ആവുന്നില്ല. ഔട്ട്ഡേറ്റ് ആവാത്തൊരു വണ്ടി എന്തിനാണ് അപ്ഡേറ്റ് ആവുന്നത്? അതാണ് എനിക്ക് തന്നെ കൊടുക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്.
എന്ന് പറയുന്നത് എൻ്റെ റൈഡിങ് പോസ്റ്ററാണ്. ഇത് ഫുള്ളി അഗ്രസീവും അല്ല, എന്ന് വെച്ചാൽ ഫുള്ളി അപ്രൈറ്റും അല്ല. ദി കറക്റ്റ് റൈഡിങ് പോസ്റ്ററാണ് ആസ് പെർ മൈ ലൈക്കിങ്. സോ എനിക്ക് ഏതൊരു കണ്ടീഷനായാലും ഇത് ടയറിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. ചില ആൾക്കാർക്ക് സിറ്റി ട്രാഫിക്കിൽ കുറച്ച് ടയറിംഗ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ കരിസ്മയിൽ നിന്നാണ് ഇതിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നത്. എന്നിട്ട് എനിക്ക് വലിയ ഡിഫറൻസ് തോന്നിയിട്ടില്ല. അടുത്ത ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് വണ്ടിയുടെ മെയിൻ്റനൻസ് ആണ്. മെയിൻ്റനൻസ് കുറവാണെന്ന് ഞാൻ പറയൂ, മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണെന്ന് ഞാൻ പറയില്ല. മെയിൻ്റനൻസ് യൂഷ്വലി വരുന്ന KTMസിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട ഒരു ഇൻ്റർവെല്ലിൽ അല്ല ഇതിൻ്റെ റീപ്ലേസ് ചെയ്യുന്നത്. മേ ബി അതിൻ്റെ ഒരു ട്വൈസ് ഇൻ്റർവെല്ലായിരിക്കും നമുക്ക് റീപ്ലേസ് ചെയ്യുന്നത്. എഞ്ചിനൊക്കെ ആണെങ്കിലും എങ്ങനെ പോയാലും ഒരു 1 lakh 1.5 lakh കിലോമീറ്റേഴ്സ് വിത്തൗട്ട് മേജർ ഇഷ്യൂസ് വണ്ടി പോകാറുണ്ട്. പിന്നെ ചെറിയ ചെറിയ ഇലക്ട്രോണിക് പാർട്സിന് ഇഷ്യൂസ് വരാറുണ്ട്. എൻ്റെ കേസിലാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ വാട്ടർ കൂളർ സെൻസർ അതിന് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിൻ്റെ കേസിലാണെങ്കിൽ അവന് ത്രോട്ടിൽ വാൽവിന് ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് മാത്രമേ വണ്ടിക്ക് വരാറുള്ളൂ. പിന്നെ ഞാൻ ഒരിക്കലും വണ്ടി പെർഫെക്റ്റ് ആണെന്ന് പറയില്ല. നെക്സ്റ്റ് ഞാനിതിൽ ചെയ്തിട്ടുള്ള മോഡിഫിക്കേഷൻസ് ആണ്. മോഡിഫിക്കേഷൻസ് ഇൻ ദ സെൻസ് പെർഫോമൻസ് മോഡ്സ് ഒന്നും ചെയ്തിട്ടില്ല, കാരണം നമ്മളുടെ റോഡ്സിന് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത്യാവശ്യം നല്ലൊരു ടോപ്പ് എൻഡും പെർഫോമൻസ് ഉള്ളൊരു വണ്ടി തന്നെയാണ് ടൂസ് ചെയ്യാറ്. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂസ് അങ്ങനെ തോന്നാറില്ല. അതുകൊണ്ട് റീമാപ്പിൻ്റെയോ അതിൻ്റെ ഒന്നും ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല. കുറച്ച് കോസ്മെറ്റിക് മോഡ്സ് ചെയ്തിട്ടുണ്ട്, കുറച്ച് കംഫർട്ട് മോഡ്സ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ വിൻസ്ക്രീൻ മാറ്റിയിട്ടുണ്ട്. ഇത് ഒറിജിനൽ DB വൈസേഴ്സ് ഒന്നും അല്ല, ആഫ്റ്റർ മാർക്കറ്റാണ്. ഇത് രണ്ടിലും DB വൈസേഴ്സ് വെച്ചിട്ടുണ്ട്. ഇതിൽ സൈഡ് ഫ്ലഷ് ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടുണ്ട്, ഫ്ലഷ് മൗണ്ട് ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിലും, കാരണം മറ്റൊരു കുറച്ച് ഫ്രണ്ടിൽ നിന്നൊരു ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബാക്കിൽ ടെയിൽ ചോപ്പ് ചെയ്തിട്ടുണ്ട്, അതും ഒരു ബീഫി ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഫങ്ഷണൽ മോഡ്സായിട്ട് ടയർ അപ്സൈസ് ചെയ്തിട്ടുണ്ട്. 140 സെക്ഷനാണ് യൂഷ്വലി വരാറ്. അതിൽ നമ്മൾ മിഷനിലാണ് ഫസ്റ്റ് അപ്ഗ്രേഡ് ചെയ്തത്, 150 ആണ് ഇട്ടത്. പിന്നെ ഇപ്പം ഞാൻ അപ്പോളോ ആണ് യൂസ് ചെയ്തത്. ഫ്രണ്ട് യൂസ് ചെയ്യുന്നത് മിഷലിൻ തന്നെയാണ്. രണ്ടും നല്ല ടയർ തന്നെയാണ്. പക്ഷേ കുറച്ച് അപ്പോളോയിൽ എനിക്കിപ്പോൾ ഗ്രിപ്പ് കുറച്ച് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ 250R നമ്മൾ ചെയ്തിട്ടുള്ളത് V3യുടെ മിറേഴ്സാണ് വെച്ചിട്ടുള്ളത്. അത് എൻ്റെ ഫ്രണ്ടിൻ്റെ ലൈറ്റിങ്ങിന് വേണ്ടി ചെയ്തതാണ്. അവന് മറ്റേ മിറർ കുറച്ച് ബൾക്കിയായിട്ട് തോന്നി. സോ ഇതിന് കുറച്ച് മോഡിഫിക്കേഷൻസ് ആവശ്യമുണ്ട്. അതിൻ്റെ വീഡിയോ അറൗണ്ട് 3 years ago ഞാൻ എൻ്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ആ ലിങ്ക് ചെക്ക് ചെയ്യാനുള്ളതാണ്. പിന്നെ നമ്മളിതിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് ആണ്. നമ്മൾ കസ്റ്റമായിട്ട് തന്നെ മേക്ക് ചെയ്തതാണ് 250Rന് വേണ്ടി. അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സും അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതും അതിൻ്റെ മേക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കുറച്ചും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യാത്തത് അതിൻ്റെ ഒരു റോറ് വേണ്ട, കുറച്ച് ലോങ് പോയോണ്ടാണ് അത് മാറ്റിയിട്ട് ഇപ്പോൾ സ്റ്റോക്കിലേക്ക് തന്നെ വെച്ചിരിക്കുന്നത്. സ്റ്റോക്കിനും വണ്ടി അത്യാവശ്യം സ്മൂത്തായിട്ട് തന്നെയാണ് റൺ ചെയ്യുന്നത്. നമ്മൾ റബ് ചെയ്യുമ്പോൾ മാത്രം, അതും റൈഡറിന് മാത്രമായിരിക്കും നല്ല രീതിയിലുള്ള സൗണ്ട് കേൾക്കുന്നത്. അത് ആക്ച്വലി സൂത്തിങ് ആണ്. പിന്നെ സൗണ്ട് വേണം എന്നുള്ളവർക്ക് ആഫ്റ്റർ മാർക്കറ്റായിട്ട് എക്സോസ്റ്റ് ചൂസ് ചെയ്യാന്നുള്ളത്. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ അപ്ഗ്രേഡാണ്. ഫസ്റ്റ് സർവീസിന് ശേഷം തന്നെ ഷെല്ലിൻ്റെ 10W40 അൾട്ര ഫുള്ളി സിന്തറ്റിക്കാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറേ ഡിഫറൻസസ് മനസ്സിലാവും. വണ്ടി കുറച്ചും കൂടെ സ്മൂത്ത് ആവും. വണ്ടിയുടെ സൗണ്ടിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാവും. ഫ്യൂൽ എഫിഷ്യൻസി ഫിഗേഴ്സിലും ഏകദേശം ഒരു 1 to 2 kilometers ഹൈക്ക് കിട്ടിയിട്ടുണ്ട് 2 മോട്ടോർ സൈക്കിൾസിലും. ഹീറ്റിംഗ് ആയാലും ഭയങ്കര കുറവാണ്. നമ്മൾ മോട്ടറിൽ 7100 യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 7100 യൂസ് ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ സൗണ്ടിൽ കുറച്ച് ഡിഫറൻസസും, പിന്നെ ഫ്യൂൽ എഫിഷ്യൻസി ഫിഗേഴ്സിൽ കുറച്ചൊരു ചെറിയ ഡ്രോപ്പും ആസ് കമ്പയർഡ് ടു ഷെൽ. പിന്നെ ഹീറ്റ് ഡെസിപ്പേഷനിലും ഷെൽ ഡിഡ് എ ബെറ്റർ ജോബ്. സോ ഷെല്ല് ആണ് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത്. 10W40 ഗ്രേഡ് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. സ്റ്റോക്കിനെ കാട്ടി എന്തുകൊണ്ടും നല്ല. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് വണ്ടിയുടെ കോൺസിനെ കുറിച്ചാണ്. കോൺസിൽ ഞാൻ വണ്ടിയുടെ പോരായ്മകളും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഇനിഷ്യലി എനിക്ക് തോന്നിയിട്ടുള്ള പോരായ്മ ആ ഇനിഷ്യൽ പിക്കപ്പ് തന്നെയാണ്. ഇനിഷ്യലി വണ്ടി ഒരു ക്യാരക്ടർ, വണ്ടിയുടെ ഒരു ഇനിഷ്യൽ ക്യാരക്ടർ നമുക്ക് ഫീൽ ചെയ്യില്ല. മിഡ് റേഞ്ചിലും ടോപ്പിലും മാത്രമാണ് വണ്ടി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത്. ലോ എൻഡ് ഭയങ്കര മോശമാണ്. നെക്സ്റ്റ് കൺസേൺ എന്ന് പറയുന്നത് വണ്ടിയുടെ ആഫ്റ്റർ സെയിൽസ് സപ്പോർട്ടാണ്. സർവീസ് അവൈലബിലിറ്റി ഭയങ്കര മോശമാണ്. അത്യാവശ്യം എല്ലാ കൺസ്യൂമേഴ്സും കിട്ടുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ചില കമ്പൗണ്ട്സ് കിട്ടാനായിട്ട് ചിലപ്പോൾ മന്ത്സ് എടുക്കും. എനിക്ക് തന്നെ ഞാനിത് ക്ലച്ച് പ്ലേറ്റ്സ് മാറിയിട്ടുണ്ട്. എനിക്ക് അറൗണ്ട് 1 month ആണ് പിടിച്ചത് വണ്ടിയുടെ ക്ലച്ച് പ്ലേറ്റ്സ് മാറാനായിട്ട്. പിന്നെ വണ്ടിയുടെ മെയിൻ്റനൻസിൽ ഞാൻ ഡ്രോപ്പ് ചെയ്തൊരു കാര്യമാണ് മറന്നുപോയതാണ്. യൂഷ്വലി 30,000-35,000 കിലോമീറ്റേഴ്സിൽ എല്ലാ CBRസിലും ഷിമ്മ് മാറേണ്ടി വരും. ഷിം എന്ന് പറയുന്നത് ആക്ച്വലി വണ്ടിയുടെ വാൽവ് ക്ലിയറൻസ് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ ബട്ടൺ പോലത്തെ സംഭവമാണ്. ആ വർക്ക് മാത്രമേ എഞ്ചിൻ സൈഡിൽ നമുക്ക് വരാറുള്ളൂ. അത് വൺസ് റീപ്ലേസ്ഡ് ആണെങ്കിൽ പിന്നെ ഇഷ്യൂസ് യൂഷ്വലി വരാറില്ല. ചില ആൾക്കാർക്ക് അത് ഇഷ്യൂസ് വരാറ് പോലുമില്ല. അതൊരു വേർ ആൻഡ് ടയർ വെച്ച് പോകുന്ന പാർട്ടാണ്. സോ അതൊരു മേജർ കൺസേൺ അല്ല. കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, വണ്ടിയുടെ ആഫ്റ്റർ സെയിൽസ് പാർട്സിൻ്റെ അവൈലബിലിറ്റി ഭയങ്കര മോശമാണെന്ന് ഞാൻ പറയില്ല. കൺസ്യൂമബിൾസ് കിട്ടാറുണ്ട്. ബട്ട് മെയിൻ കമ്പോണൻസ് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ കിട്ടാൻ ഭയങ്കര പാടാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വണ്ടിയുടെ സ്റ്റാർട്ടർ പോവുകയാണെങ്കിൽ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. മിനിമം ഒരു 1 month വെയിറ്റിംഗ് ആയിരിക്കും. വണ്ടിയുടെ ഏതെങ്കിലും ഫയറിംഗ് പാനൽസ് പോവുകയാണെങ്കിൽ ഭാഗ്യമുണ്ട്, യൂഷ്വലായിട്ടുള്ള കോമൺ ആയിട്ടുള്ള കളറാണെങ്കിൽ നിങ്ങൾക്കൊരു 2 weeks കിട്ടുമായിരിക്കും. ഒരു റിപ്സോൾ എഡിഷൻ ആണെങ്കിൽ മോർ ദാൻ എ മന്ത് or 2 months നിങ്ങൾക്ക് എങ്ങനെ പോലും എടുക്കുമായിരിക്കും. അതൊരു മേജർ ഇഷ്യൂ ആണ്.
പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ഒരു സൈലൻസർ ഗാർഡാണ്. ഇത് ഭയങ്കരമായിട്ട് സ്ക്രാച്ചസ് അബ്സോർബ് ചെയ്യുന്നൊരു സംഭവം തന്നെയാണ്. ഏത് 250R നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാലും മനസ്സിലാകും, ഒന്ന് ഇത് റീപെയിൻറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇത് സ്ക്രാച്ച്ഡ് ആയിരിക്കും. അതെങ്ങനെ വരുന്നതെന്നറിയില്ല, മേ ബി ഒരു ബൾക്കിയർ എക്സോസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം. പിന്നെ വണ്ടിയുടെ ഒരു മേജർ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാനൽസും അതുപോലെ തന്നെ ഫിറ്റിങ്സും ഒക്കെ നല്ല ടോപ്പ് നോച്ച് ക്വാളിറ്റിയാണ്. അതുകൊണ്ട് വൈബ്രേഷൻസോ ബ്രോക്കൺ പാർട്സോ ഭയങ്കരമായിട്ട് കുറവായിരിക്കും. അത് റാറ്റ്ലിങ്ങിന് നല്ല രീതിയിൽ വണ്ടി റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ ഒരു മെയിൻ ഇഷ്യൂ അത് കുറച്ച് ഓണേഴ്സ് മാത്രമേ ഫേസ് ചെയ്യുന്നുള്ളൂ. എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയിട്ടില്ല എന്ന് പറയുന്നത് ഹെഡ്ലൈറ്റാണ്. ഹെഡ്ലൈറ്റ് ലോ ബീമിൽ റേഞ്ച് കുറവായിട്ട് ചില ആൾക്കാർ പറയുന്നുണ്ട്. അതുകൊണ്ട് അവർ LEDസിലോട്ട് മോസ്റ്റ്ലി നൈറ്റയിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഈ മോട്ടോർ സൈക്കിളിൽ നൈറ്റയിലോട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളതാണ്. ബെറ്റർ റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾക്ക് വണ്ടിയുടെ ഓണർഷിപ്പ് കോസ്റ്റിലേക്ക് പോകാം. ഓണർഷിപ്പ് കോസ്റ്റിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് ടോട്ടൽ കോസ്റ്റാണ്. ഫ്രം കിലോമീറ്റർ 0 to കിലോമീറ്റർ 50,000. അതിൽ ഞാൻ കൺസ്യൂമബിൾസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ജനറൽ സർവീസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മിസ്ലേനിയസ് ആയിട്ടുള്ള ചില എക്സെപ്ഷണൽ കേസസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ബട്ട് സ്റ്റിൽ ഞാൻ അത് മെൻഷൻ ചെയ്യാം. സോ ഫസ്റ്റ് തിങ് നമ്മുടെ വണ്ടിയുടെ ബ്ലഡ് എന്ന് പറയുന്ന സംഭവമാണ് ഓയിലാണ്. ഓയിൽ ഞാൻ യൂസ് ചെയ്യുന്നത് യൂഷ്വലി ഷെല്ലാണ്. ഞാൻ 4000 കിലോമീറ്റേഴ്സ് ഇൻ്റർവെല്ലാണ് ചേഞ്ച് ചെയ്യുന്നത്. 50,000 കിലോമീറ്റേഴ്സ് ആകുമ്പോൾ ഏകദേശം ഒരു 10 to 12 ടൈംസ് നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്തതാണ്. പെർ ഓയിൽ ചേഞ്ച് അറൗണ്ട് 1000 റുപ്പീസാണ് ആകുന്നത്. 1.5 ലിറ്ററാണ് വണ്ടിക്ക് ഓയിൽ പോകുന്നത്. ഷെല്ലിൻ്റെ 2 ബോട്ടിൽസ് വാങ്ങിക്കേണ്ടി വരും. 2 ബോട്ടിൽസ് അറൗണ്ട് 1300 റുപ്പീസ് ആവും. സോ ഓൺ ആൻ ആവറേജ് ലേബർ എല്ലാം കൂടെ കൂട്ടി 1000 റുപ്പീസ് ഫോർ ഓയിൽ ചേഞ്ച് ആണ് ആവുന്നത്. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളതാണ്. പിന്നെ വരുന്നത് ബ്രേക്ക് പാഡ്സ് ആണ്. ബ്രേക്ക് പാഡ്സ് ഫ്രണ്ടാണ്. ഇത് നോൺ ABS ആണ്, 2 വേരിയൻസും. നോൺ ABSന് 800 പെർ പെയറാണ്. ഫ്രണ്ടിനായാലും ബാക്കിനായാലും യൂഷ്വലി ഒരു 3 to 4 ബ്രേക്ക് പാഡ്സ് വേണ്ടി വരും. 3 to 4 പെയർസ് ഓഫ് ബ്രേക്ക് പാഡ്സ് വേണ്ടി വരും. അതാണ് ബ്രേക്ക് പാഡ്സിൻ്റെ സൈഡ്. പിന്നെ ക്ലച്ച് ഓണോട്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ക്ലച്ചിൻ്റെ വർക്ക് എന്ന് പറയുന്നത് അറൗണ്ട് എല്ലാ പാർട്സും പ്ലേറ്റ്സും എല്ലാം കൂടെ അപ്രോക്സ് ഒരു 6 to 7K അകത്ത് വരും. പിന്നെ ടോട്ടൽ ബോഡി ക്ലീനിങ് അത് മിസ്ലീനിയസ് ആണ്. അത് പേഴ്സൺ ടു പേഴ്സൺ കോസ്റ്റ് വേരി ചെയ്യും. എന്നാലും നമുക്ക് 1,000 ഫോർ ദി ഹോൾ പീരീഡ്, അതായത് 50,000 കിലോമീറ്റേഴ്സ്. പിന്നെ കൺസ്യൂമബിൾസ് വരുന്നത് ടയേഴ്സാണ്. ടയേഴ്സ് ഒരു പെയർ എങ്ങനെ പോയാലും ഒരു 12,000 റുപ്പീസ് നമുക്ക് വരുന്നതായിരിക്കും. അതിൻ്റെ ഒരു 2 സെറ്റ്സ്, പിന്നെ മാക്സിമം 2 സെറ്റ്സ് വേണ്ടി വരും അപ്പാർട്ട് ഫ്രം സ്റ്റോക്ക്. അങ്ങനെ ഒരു 24,000 നമുക്ക് ടയേഴ്സിന് തന്നെ പോകും. പിന്നെ 2 സെറ്റ്സ് ഓഫ് സ്പ്രോക്കറ്റ്സ് കോസ്റ്റ് അറൗണ്ട് 2,000 റുപ്പീസാണ്. അപ്പം ലേബർ എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു 5,000 റുപ്പീസിനകത്ത് സ്പ്രോക്കറ്റ്സ് തീരും. പിന്നെ പെട്രോളിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി ഞാൻ പറയണ്ടല്ലോ, അറൗണ്ട് എ കിലോമീറ്റർ നമുക്കൊരു 2.5 to 3 റുപ്പീസ് ആകും ഓൺ ആൻ ആവറേജ്. അത് ഞാൻ സർവീസ് കോസ്റ്റ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഫ്യൂൽ എഫിഷ്യൻസി ഫിഗേഴ്സാണ് പറയുന്നത് വണ്ടിയുടെ. പിന്നെ ഈ 50,000 പീരീഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഷിമ്മിന് ടൈമിങ് ചെയ്യാനും എല്ലാം കൂടെ അറൗണ്ട് ഒരു 7,000 റുപ്പീസ് ആവും. പാർട്സിന് അത്യാവശ്യം കോസ്റ്റ് ഉണ്ട്, പക്ഷേ ക്വാളിറ്റി പാർട്സ് തന്നെയാണ് വണ്ടിക്ക് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് തോന്നില്ല. പിന്നെ 47,000 കിലോമീറ്റേഴ്സിലാണ് ഇതിൻ്റെ സ്പാർക്ക് പ്ലഗ് മാറാനുള്ളത്. സ്പാർക്ക് പ്ലഗ് ഇറിഡിയം സ്പാർക്ക് പ്ലഗ്സ് ആണ്. അറൗണ്ട് 800 റുപ്പീസാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത്. അത് ചേഞ്ച് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഹെഡിൽ ഓയിൽ ലീക്ക് വരാൻ ചാൻസ് ഉണ്ട് ഗ്യാസ്കറ്റ് വഴി. സോ ഗ്യാസ്കറ്റ് കോസ്റ്റ് ഈസ് അസ്റ്റോണിഷിംഗ്ലി ജസ്റ്റ് ₹99. നമുക്കൊരു 2 to 3 ടൈംസ് മാറ്റേണ്ടി വരും. പിന്നെ ലേബറാണ്. പിന്നെ മിസ്ലേനിയസ് ആയിട്ട് ചെറിയ ചിലവുകളുണ്ട്. അതായത് ഫിൽറ്റേഴ്സ്, നമ്മൾ ഓയിൽ ഫിൽറ്റർ എങ്ങനെ പോയാലും ഒരു ഓയിൽ ചേഞ്ചിൻ്റെ 2 ഇൻ്റർവെൽ കഴിയുമ്പോൾ ഫിൽറ്റേഴ്സ് മാറ്റാറുണ്ട്. ഫിൽറ്റേഴ്സ് 300 റുപ്പീസാണ് ഓയിൽ ഫിൽറ്ററിന്. എയർ ഫിൽറ്ററും ഏകദേശം 12,000 15,000 കിലോമീറ്റേഴ്സാണ് കമ്പനി പറയുന്നത്. അതും ഏകദേശം 300 റുപ്പീസിന് അണ്ടറാണ് ആ കോസ്റ്റ് വരുന്നത്. സോ ഓൾ ഇൻ ഓൾ ഇൻക്ലൂഡിങ് പെട്രോൾ നിങ്ങൾക്ക് ഈ ഒരു 50,000 കിലോമീറ്റേഴ്സ് റേഞ്ചിൽ അറൗണ്ട് ഒരു 1 lakh റുപ്പീസ് നിങ്ങൾക്ക് ചിലവ് വരും. ഞാൻ എക്സ്ക്ലൂഡിങ് പെട്രോളാണ് പറയുന്നത്, ഇൻക്ലൂഡിങ് പെട്രോൾ അല്ല. അറൗണ്ട് ഒരു 1 lakh റുപ്പീസ് ചേഞ്ച് വരും. അത് ഞാൻ ഇൻഷുറൻസ് കോസ്റ്റ് ആയാലും പിന്നെ അല്ലറ ചില്ലറ ചെറിയ എയറിൻ്റെ കോസ്റ്റ് ആയാലും വാഷിങ്ങിൻ്റെ കോസ്റ്റ് ആയാലും അതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അറൗണ്ട് ഒരു 1 lakh റുപ്പീസാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ളത്. ഇതൊക്കെയാണ് നിങ്ങൾ 250R ഓൺ ചെയ്യുമ്പം എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു മെയിൻ ചിലവെന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ വണ്ടി എന്തായാലും സ്റ്റോക്ക് നമുക്ക് ഷോറൂമിൽ നിന്ന് ഇറക്കാൻ പറ്റില്ല. സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലായിരിക്കും വണ്ടി കൂടുതലും സെയിലായി പോകുന്നത്. യൂഷ്വലി ഒരു അണ്ടർ 1 lakh ഓടി 250R അത്യാവശ്യം നല്ല കണ്ടീഷനിലായിരിക്കും. എന്തായാലും പോയി ചെക്ക് ചെയ്ത് തന്നെ എടുക്കുക. എഞ്ചിൻ സൈഡ് ഒരു നോയ്സസും വരാൻ ചാൻസ് ഇല്ല, കാരണം വണ്ടി നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. വണ്ടിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് വേരിങ് ഫ്രം 90,000 to ഒരു 1,50,000 വരെ നമുക്ക് കോസ്റ്റ് പോകാം, ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ്സ് ABS ഓർ നോൺ ABS. പിന്നെ വണ്ടിയുടെ ഇയർ, മേക്ക്, വണ്ടിയുടെ കണ്ടീഷൻ, കോസ്മെറ്റിക് ആയാലും എഞ്ചിൻ സൈഡ് കണ്ടീഷൻസ് ആയാലും അത് വേരി ചെയ്യാം. പിന്നെ ആരൊക്കെ വണ്ടി എടുക്കാം, നിങ്ങൾക്ക് ഒരു ലോങ് ടൂറാണ് പക്ഷേ നിങ്ങൾക്കൊരു സ്പോർട്സ് ടൈപ്പ് ബൈക്കാണ് ഇഷ്ടം, നിങ്ങളൊരു എൻട്രൻ്റ് ആണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാം. റിലയബിലിറ്റിയാണ് നിങ്ങളുടെ മെയിൻ കൺസേൺ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാം. ഭയങ്കര ഫാസ്റ്റ് റൈഡിങ് ആയിരിക്കണം, പക്ഷേ നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് വേണം പോകാൻ.
അതായത് ഒരു RC200 സീറ്റിംഗ് പോസ്റ്റർ അല്ല, പക്ഷേ ഏകദേശം അതിൻ്റെ പെർഫോമൻസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി CBR 250R ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. കുറച്ച് ഡൗൺ സൈഡ്സ് ഉണ്ട്, ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കുറച്ച് ഡൗൺ സൈഡ്സ് ഉണ്ട്. ആ ഡൗൺ സൈഡ്സ് ഒക്കെ നിങ്ങൾക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ 250R എടുക്കാവൂ. വളരെ എൻജോയബിൾ ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. ഞാൻ ഒരു മൊമെൻറ്റിൽ പോലും ഇതല്ല വേറൊരു വണ്ടി ആയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടില്ല. എനിക്ക് അത്രത്തോളം മനസ്സിനടുത്തിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. ഞാൻ ആദ്യമേ ഫിക്സ് ചെയ്തിട്ടുള്ളൊരു വണ്ടി തന്നെയാണ് CBR 250R. ഇതിൻ്റെ പ്രോസാണ് എനിക്ക് ഇതിൻ്റെ കോൺസിനെ കാട്ടിയും ഓവർലേ ആയിട്ട് തോന്നുന്നത്. സോ ഞാൻ 250R ചൂസ് ചെയ്തു. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇങ്ങനത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് കാണിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ DM me on my Instagram handle ആൻഡ് ഇവിടെ കമൻറ്റ് ചെയ്താൽ ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ആൻഡ് സോറി ഫോർ ദ ഡിലേ. അറൗണ്ട് 2 to 3 years ഞാൻ ആക്റ്റീവ് അല്ലായിരുന്നു. ഇനി ഞാൻ ആക്റ്റീവ് ആവാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടൻറ്റ് എന്തായാലും എൻ്റെ കമൻസിൽ മെൻഷൻ ചെയ്യുക. എന്നെക്കൊണ്ട് പറ്റുന്ന കണ്ടൻറ്റാണ്, എനിക്ക് അറിവുള്ള കണ്ടൻറ്റാണ് ഞാൻ തീർച്ചയായിട്ടും ചെയ്യും. So ride hard, ride safe and always wear a helmet. So this is Biker Buddy back again. Bye bye.